സൈജു ഇതുപോലെ തന്നെ ഈസ് എ വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ. കാരണം ഗാർഡിയനിലാണ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യം കേസൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഈ ഗാർഡിയൻ ആദ്യമായിട്ട് സ്റ്റോറി എഴുതിയ സമയത്ത് 2012 കോതമംഗലത്ത് വെച്ചൊരു ഫിലിം ഫെസ്റ്റിവൽ വന്നിരുന്നു. അപ്പോൾ ആ ഫിലിം ഫെസ്റ്റിവലിൽ സൈജു വന്നു. അപ്പോൾ ഇതിനകത്ത് ഡോക്ടറായിട്ട് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആളാണ് സൈജു എന്ന് എനിക്ക് തോന്നി. കാരണം ഞാനും സൈജു ഒരേ സമയത്താണ് സിനിമയിൽ വരുന്നത്. ഫിംഗർ പ്രിന്റിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പാണ് മയൂകത്തിൻ്റെ ഷൂട്ടിംഗ് തീർന്നത്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു നമുക്ക് അതുപോലത്തെ ഒരു ന്യൂ ഫേസ് ആയിരുന്നു വേണ്ടതെന്ന് ഞാൻ പറയുകയും ചെയ്തു നമ്മുടെ സ്റ്റോറിക്ക്. പക്ഷേ അപ്പോഴത്തേക്കും അവർ മയൂകമൊക്കെ തീർന്നായിരുന്നു. അത് കഴിഞ്ഞ് സൈജുവിനോട് കോതമംഗലത്ത് വെച്ച് ഈ ഫിലിം ഫെസ്റ്റിവലിന് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് എൻ്റെ ഫ്രണ്ട് സോഹൻലാൽ കൂടെയുണ്ട്. അപ്പോൾ പറഞ്ഞു സൈജുവിന് പറ്റിയ ഒരു സ്റ്റോറി എൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്കൊരു ഇരിക്കണ്ടേന്ന് പറഞ്ഞു. ഷുവർ സതീഷ്, തീർച്ചയായിട്ടും ഇരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പിന്നീട് ഈ കോൺടാക്ട് ചെയ്ത് പ്രൊഡ്യൂസർമാരെല്ലാം ഇത് മോഹൻലാൽ ചെയ്യേണ്ട സിനിമയാണ്, നിങ്ങൾ ചെറിയ ആർട്ടിസ്റ്റിനെ ഒന്നും വെച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ആ രീതിയിൽ പോയി. അത് നടക്കാതെയാണ് ഈ സാധനം മോഷണം പോയത്, സ്റ്റോറി മോഷണം പോയത്. അവസാനം അത് കറങ്ങി തിരിഞ്ഞ് 8 വർഷത്തിന് ശേഷം അത് സൈജുവിൽ തന്നെ വന്നു എന്നുള്ളതാണ്. അതൊരു ഭയങ്കര കൗതുക.